ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് അവിനാശിൻ്റെ ഇന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി എല്ലാവരോടും പറയുകയാണ്. ചാന്ദിനിയെ നമ്മൾ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് ആലോചിച്ചു. അങ്ങനെയാണ് ഇന്നലെ മുതൽ സുഭാഷ് ഏട്ടൻ ഇത്ര സന്തോഷമെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർക്കും ഭാസ്കരനും ഒക്കെ ഭയങ്കര സന്തോഷമായി പോരാഞ്ഞിട്ട് സുഭാഷ് ഇവിടെ വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാൽ പിന്നെ സുഭാഷിനിട്ട് ഒരു പണി കൊടുക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുഭാഷ് സൈക്കിൾ എടുത്തിട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കൂടെ സുഭാഷ് ഏട്ടാ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ ഹെടാ കൊച്ചു കള്ളാ, ആള് കൊള്ളാമല്ലോ, നീ പണി പറ്റിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുഭാഷിനെ ടിക്കിളിയാക്കി ഒക്കെ ചെയ്യണം എന്താടാ നീയൊക്കെ ഈ ചെയ്യുന്നത്, നിനക്കൊക്കെ എന്തിൻ്റെ വിടടാന്ന് പറയാമെങ്കിലും സുഭാഷിനോട് പറയണ്ടേ, അതേ കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ല. എന്താടാ നിങ്ങൾ പറയണം? അയ്യോ ചാന്ദിനെ അറിയോ, അവിനാശിനെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ അപ്പോൾ നമ്മുടെ സുഭാഷിന് വല്ലാത്തൊരു നാണമൊക്കെ പറഞ്ഞുണ്ട്. എന്നാലും സുഭാഷ് ഒന്നും വിട്ടു പറയണില്ല. കണ്ടോ, ഇന്നലെ ഇവിടുന്ന് പോയി അവിനാശ് സ്വന്തം സഹോദരിയെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സന്തോഷത്തിലാണ് കള്ളൻ ഇവിടെ വന്ന് ഈ കാട്ടിക്കൂട്ടുകളെല്ലാം കാണിച്ചല്ലേ. എന്നിട്ട് നമ്മളോടൊരു വാക്ക് പറഞ്ഞോ, കണ്ടില്ലേ, നമ്മളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങൾ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇക്കിളിയാക്കട്ടോ, വിടടാന്ന് പറഞ്ഞ നാണം കൊണ്ട് സുഭാഷ് അവിടുന്ന് ഓടി സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ്. അപ്പം ഭാസ്കരൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട്, എടാ സുഭാഷേ നില്ലടാ, എൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ട് പോടാ, എനിക്ക് വെളിയിൽ പോകാനുള്ളതാണേന്ന് പറയാം. പക്ഷേ സുഭാഷിന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നോക്കി വണ്ടി തന്നെ പോകണമല്ലോ. അങ്ങനെ ഓടുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിധി രാവിലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് പോകുന്നുണ്ട്. നിധിയും നികേഷും കൂടെ പോകുമ്പോഴും പുറകെ നടന്ന് പോകുന്നുണ്ട് നമ്മുടെ സുധീഷും. കാരണം എന്ന് വെച്ചാൽ ഗായത്രി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമെന്നും കാണണമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ പോക്ക്. ഇന്ന് എന്തായാലും പോകണം. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, നിധി എന്താ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്നത്, വണ്ടി ഓടിച്ച് പഠിച്ചതല്ലേ, പിന്നെന്താ വണ്ടിയിൽ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കട്ടെ. നിധി ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ നിധിയുടെ വാതുറപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുക, സുഭാഷിൻ്റെ കല്യാണക്കാര്യം എടുത്തിടാം. അങ്ങനെ സുഭാഷിൻ്റെ കല്യാണക്കാര്യം എടുത്തിടുക ചാന്ദിനിയായിട്ടുള്ള കല്യാണം അടിപൊളിയാക്കണം, നമുക്ക് ഗംഭീരമാകണം എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞിട്ട് അവർ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഗായത്രി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഗായത്രിയുടെ അടുത്ത് പോയി കുശലം പറഞ്ഞിട്ട് അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, അതെ എന്നും ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടല്ലേ വരുന്നത്, ഇന്നെന്താ കണ്ണാടി വെക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുക. നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ നിധിയെ തിരിഞ്ഞ് നമ്മുടെ സുധീഷിനെ നോക്കണം. സുധീഷിനത് മനസ്സിലാവണം അപ്പോൾ സുധീഷ് വിചാരിക്കുകയാണ്, ഈശ്വര ഏറ്റവും തോന്നുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെ അവരുടെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുഭാഷും ജോലിക്ക് പോയിട്ടുണ്ട്. ജോലി സ്ഥലത്താണെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിനാഷിൻ്റെ സഹോദരി ചാന്ദിനി ഭക്ഷണമായിട്ട് വരികയാണ് വരുന്ന സമയത്ത് ഇവരോട് സംസാരിക്കുന്നുണ്ട്. സുഭാഷിനെ കാണുമ്പോൾ വല്ലാത്ത നാണമൊക്കെ വരുന്നുണ്ട്. സുഭാഷിനും തിരിച്ച് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഫുഡ് കൊണ്ടുവന്നത് കഴിക്കേണ്ടേന്ന് ചോദിക്കുക അങ്ങനെ ഫുഡ് ശാന്തിന് തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അവിനാശിനും അതുപോലെ സുഭാഷിനും വിളമ്പി കൊടുക്കുക അന്നേരം അവിനാശ് വിചാരിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിച്ചോട്ടൊക്കെ ഇരിക്കട്ടെ, ഞാനങ്ങ് മാറിക്കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് അവിനാശിന് പെട്ടെന്നൊരു ഫോണ് വരുന്നത് അങ്ങനെ പതുക്കെ അവിനാശ് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നിട്ട് റേഞ്ച് കിട്ടുന്നില്ല സുഭാഷ് ഭായി, ഞാൻ അങ്ങോട്ട് നിന്ന് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകണം ആ നേരം കൊണ്ട് ഇവരങ്ങ് സംസാരിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, ചാന്ദിനി ഫുഡ് കഴിച്ചോ? ഇല്ല, ഇനി വേണം കഴിക്കാൻ, എന്നാൽ ഞാൻ തന്നെ എടുത്തു തരാം. അങ്ങനെ സുഭാഷ് ഒരു പാത്രത്തിൽ ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ കിടക്കുന്ന വള വേണമെന്നൊക്കെ നമ്മുടെ ചാന്ദിനി പറയാനാട്ടോ. ഹിന്ദിയിൽ പറയുമ്പോൾ മനസ്സിലാവില്ല സുഭാഷിന്. പിന്നെ അത് ആക്ഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ സുഭാഷിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവരെ പൊട്ടിച്ചിരിക്കുകയും ചാന്ദിനിയുടെ കൈ പിടിച്ചിട്ട് ആ വളയൊക്കെ നോക്കുകയും നല്ല കിലുക്കമുണ്ടല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാട്ടോ. അവരങ്ങനെ പതിയെ ഭയങ്കര കാര്യത്തോടെ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചാന്ദിനിയും നമ്മുടെ സുഭാഷുമായിട്ട്. ഹരീഷിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഒരു രക്ഷ. ഹരീഷിൻ്റെ പിണക്കം വന്നു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാനൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നീതു വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹരീഷ് പറയാം, വന്നല്ലോ, ഇനിയിപ്പോൾ എന്തിനാണാവോ അടി ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ കൂട്ടുകാരന്മാർ പറയടാ, നിങ്ങൾ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കണം, നമ്മൾ ഇനി അങ്ങോട്ട് മാറി തന്നേക്ക്, ഞങ്ങൾ സംസാരിക്കുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറയാം. ആ നേരത്തെ നീതു ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ് എന്നെ വിളിക്കാഞ്ഞേ, നീ എന്താ ഇങ്ങനെ പിണങ്ങുന്നേ, നീ അല്ലേടി എപ്പോഴും എന്നെ വിളിച്ച് വഴക്കുണ്ടാക്കുന്നതും പിണക്കമൊക്കെ കാണിക്കുന്നത്, നീ ചെയ്ത തെറ്റുകൾക്ക് പിന്നെ ഞാൻ നിന്നെ വിളിക്കണമെന്നാണോ, ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, എൻ്റെ സുഭാഷ് ഏട്ടനെ വലിയൊരു കുടുക്കിൽ കൊണ്ടിടാൻ നോക്കിയില്ലേ, ഞാനൊരു ആരെയും കുടുക്കിൽ കൊണ്ടിടാൻ നോക്കിയില്ല, ഞാനെന്താ പറഞ്ഞത്, ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാലേ ഹരീഷിനെ കല്യാണം കഴിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് സുഭാഷേട്ടൻ ഇങ്ങനെ ഒരു രണ്ടാം കല്യാണം കഴിഞ്ഞ ഒരാളെ വിവാഹം കഴിക്കാൻ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞോ, അതിപ്പോൾ ചാടിക്കേറിയും അങ്ങനെ ചെയ്തത് സുഭാഷേട്ടൻ വിവരക്കേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരാട്ടോ. എന്താടി നീ പറഞ്ഞത്, എൻ്റെ ഏട്ടന് വിവരമില്ലാന്നോ, എൻ്റെ ഏട്ടനെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എപ്പോൾ നോക്കിയാലും ഹരീഷിൻ്റെ കുടുംബവും ഏട്ടൻ
അമ്മമാർ മാത്രമേ ഉള്ളൂ. എനിക്കും ഉണ്ട് അതുപോലെ കുടുംബം. ഒന്ന് ഓർത്ത് നോക്ക്. എൻ്റെ വീട്ടിലെ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും അവർ ആരെങ്കിലും തലയിലും എന്നെ പിടിച്ച് കെട്ടി വെക്കണമെന്നും പറഞ്ഞ് നടക്കുകയാണ്. അതിനിടെ പെട്ട് നിൽക്കുക ഞാൻ. എന്നെ നീ എന്താ ഹരീഷ മനസ്സിലാക്കത്തത്? നാശം പിടിച്ചവൾ. അവൾ നിനക്ക് എപ്പോഴും കല്യാണം കഴിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലേ? എനിക്ക് അതിനേക്കാൾ വലുത് എൻ്റെ ഏട്ടൻ്റെ ജീവിതമാണ്. അത് ശരി, ഏട്ടൻ്റെ ജീവിതം മാത്രമാണ് വലുത്. അപ്പം എന്നോട് യാതൊരു സ്നേഹം ഇല്ലല്ലേ ഹരീഷിന്? എൻ്റെ ഭഗവാനെ, നീ ഒന്ന് പോയി തരാമോ? ഒരു പണ്ടാരം. ഏത് നേരം നോക്കിയാലും ദേഷ്യം, വഴക്കിന് വന്നോളും. എന്തിനാ ഹരീഷ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എപ്പോഴും ഇങ്ങനെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചോടെ. ആരോട്? നിന്നോടോ? സമാധാനത്തോടെ സംസാരിക്കാൻ കൊള്ളാവുന്നവളാണോ നീ? അതെന്താ എന്നോട് എന്താ സംസാരിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഹരീഷ് പിന്നെ ആരോടാ സംസാരിക്കുന്നത്? എന്നോടല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഹരീഷിനെ സംസാരിക്കാൻ എന്നൊക്കെ ചോദിച്ച് നീതും ഹരീഷും കൂടെ കട്ട വഴക്കാട്ടോ. അപ്പോൾ മാറി നിന്ന വർക്ക്ഷോപ്പിലെ പയ്യന്മാർ തിരിച്ച് വന്നിട്ട് ചോദിക്കുകയാണ്, എപ്പം നോക്കിയാലും നിങ്ങൾക്ക് വഴക്ക് മാത്രമേ ഉള്ളൂ, ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചോടെ. എന്താ ഹരീഷേ നീ ഇങ്ങനെ? ഇവളെപ്പോലെയുള്ളതിനെ നീ കെട്ടിയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല, ഒഴിഞ്ഞു പോണെങ്കിൽ പോട്ടെ, അല്ലാതെ ഒരു നിവർത്തിയില്ല എന്നും പറഞ്ഞ് ഹരീഷിൻ്റെ ദേഷ്യം അങ്ങോട്ട് അടങ്ങണേയില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ഏട്ടൻ ഇങ്ങനെ കുഴിയിൽ പോയി ചാടാൻ കാരണം. നീ അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ സമാധാനത്തോടെ ഇരിക്കുമായിരുന്നില്ല എന്നൊക്കെ ഹരീഷും പറയണം. അത് കഴിഞ്ഞ് നീതു ആണെങ്കിൽ, നീതു അല്ല, നമ്മുടെ നിധി ഓഫീസിൽ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തത് സിദ്ധാർത്ഥിന് ഇഷ്ടമാവുകയാണ് കേട്ടോ. അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നീതു പറയണത് ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് അടുത്ത് വരുന്ന മീറ്റിങ്ങിൽ വെക്കാം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് തന്നെ പോകണം. അതിലിത് സബ്മിറ്റ് ചെയ്യണം. നിധിക്ക് പറ്റുമോ എന്ന് ചോദിക്കാം. പിന്നെന്താ, ഞാനിതൊക്കെ പറയാന്നോളാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്മതമാണെന്നെല്ലാം പറയാം കേട്ടോ. അപ്പം സിദ്ധാർത്ഥിൻ്റെ ചില ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്നാലും നിധിയോടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന കാണുമ്പോൾ വേറെന്തോ ദുരുദ്ദേശം ഉള്ളതുപോലെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വക്കീൽ വിളിക്കുന്നത് കേട്ടോ. വക്കീൽ ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ കേസ്. അപ്പോൾ അതിൻ്റേത് നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ജഡ്ജിയുടെ മുമ്പിൽ വാദം നടത്താൻ വേണ്ടിയിട്ടാണ് ചെല്ലണമെന്ന് പറയുക. പെട്ടെന്നാണ് നിധി ഓർക്കുന്നത്, നാളെയാണല്ലോ സിദ്ധാർത്ഥ് നമ്മുടെ പ്രോജക്റ്റ് മീറ്റിങ്ങിന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് നിധിയെ ഏൽപ്പിച്ചത്. നാളെ എങ്ങനെയാണ് പോവുക? ഇതെങ്ങനെ ഇപ്പം മാഡത്തിനോടൊന്ന് പറയാൻ പറ്റുക? അപ്പം മാഡം, നാളെ എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ, വേറെ ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ നിധി, നാളെ എന്തായാലും വന്നേ പറ്റുള്ളൂ. കാരണം നാളത്തേക്ക് ആണ് ഇത് വച്ചേക്കുന്നത്. നാളത്തെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലം വരെ പോവേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് നിധി പറയാം കേട്ടോ. അങ്ങനെ അപ്പോൾ അവസാനം വക്കീൽ പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇനി അടുത്ത നിധിക്ക് എന്നാണ് സമയം എന്നുള്ളത് നിധി നോക്കിയിട്ട് പറയാമോ എന്ന് ചോദിക്കട്ടെ. അപ്പം നിധി പറയാനുണ്ട്, ഇന്നിപ്പോൾ അടുത്ത ഈ നാളത്തത് കഴിഞ്ഞിട്ട് അടുത്തിനി എന്നാ ഉള്ളതെന്ന് വെച്ചാൽ നോക്കാം, ആ നേരത്ത് മതി മാഡം, തൽക്കാലം ഇതങ്ങ് മാറ്റി വെക്കണം കേസ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ സുധീഷ് ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ, ഡേറ്റിംഗ് എത്തിയിട്ടുണ്ട്. പക്ഷേ നിധിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ വക്കീൽ വിളിച്ച് സുധീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. സുധീഷ് അതോടെ ഹാപ്പി ആവാൻ കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്